4 സുഹൃത്തുക്കളിൽ 3 പേർ അറിയപ്പെടുന്ന പണ്ഡിതരും 4-മൻ സാധാരണക്കാരനുമായിരുന്നു. പാണ്ഡിത്യം തെളിയിക്കുന്നവർക്ക് രാജാവ് പാരിതോഷികങ്ങൾ നൽകുമെന്ന് കേട്ടറിഞ്ഞ അവർ കൊട്ടാരത്തിലേക്ക് യാത്രയായി. കാടിന് നടുവിലെത്തിയപ്പോൾ ഏതോ ജീവിയുടെ എല്ലിൻ കഷ്ണങ്ങൾ കിടക്കുന്നത് കണ്ടു. സൂക്ഷ്മ നിരീക്ഷണം നടത്തിയ ശേഷം 1-മൻ ആ ജീവിയുടെ നട്ടലിൻ്റെ ഘടനയെക്കുറിച്ച് പറഞ്ഞു. 2-മൻ പറഞ്ഞു, ഇത് സിംഹത്തിൻ്റെതാണ്. തൻ്റെ കഴിവ് തെളിയിക്കാൻ 3-മൻ പറഞ്ഞു, ഞാനൊരു മന്ത്രം ചൊല്ലിയാൽ സിംഹം വീണ്ടും ജീവിക്കും. അയാൾ മന്ത്രോച്ചാരണം തുടങ്ങി. 4-മൻ എതിർത്തെങ്കിലും അയാൾ നിർത്തിയില്ല. 3 പേരും എന്ത് സംഭവിക്കുമെന്നറിയാൻ നോക്കി നിന്നെങ്കിലും 4-മൻ ഓടി അടുത്തുള്ള മരത്തിൽ കയറി. മന്ത്രം പൂർത്തിയായപ്പോഴേക്കും സിംഹത്തിന് ജീവൻ വെച്ചു. സന്തോഷത്തിൽ മതിമറന്നു നിന്ന 3 പേരെയും സിംഹം കൊന്നു തിന്നു. അറിവ് വേണ്ടിടത്ത് ഉപയോഗിക്കാനും വേണ്ടാത്തിടത്ത് ഉപയോഗിക്കാതിരിക്കാനും അറിയില്ലെങ്കിൽ അറിവ് അപകടമാണ്. എല്ലാ അറിവുകളും പ്രദർശിപ്പിച്ച് മികവ് തെളിയിക്കാനുള്ളതല്ല. അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ അറിവ് വേണം. അനാവശ്യ ഇടപെടൽ നടത്താതിരിക്കാൻ വിവരം വേണം. നിശബ്ദനാകാൻ ബോധം വേണം. ഒരാൾ എന്തൊക്കെ ചെയ്യുന്നു എന്നതിൽ മാത്രമല്ല, അയാൾ എന്തെല്ലാം ചെയ്യാതിരിക്കുന്നു എന്നതിലും അറിവിൻ്റെ കണികളുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഗ്രാഹ്യമുണ്ട് എന്നതിനല്ല, പ്രായോഗികത എന്തുമാത്രമുണ്ട് എന്നതിലാണ് അറിവിൻ്റെ പ്രസക്തി. പാണ്ഡിത്യത്തെക്കാൾ പ്രധാനമാണ് വിവേകം. നശീകരണ പ്രവർത്തനത്തിനു വേണ്ടി നേടിയ വിജ്ഞാനത്തെ ഉപയോഗിക്കുന്നവരും ഒരു ക്രിയാത്മക കർമ്മവും സമ്പാദിച്ച വിദ്യ കൊണ്ട് ചെയ്യാതിരിക്കുന്നവരും ഒരുപോലെ കുറ്റക്കാരനാണ്.